വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബൈനറി അഡിഷൻ ആണ്. എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. The binary addition follows the same logic as decimal addition, but it is restricted to 2 digits, 0 and 1. The fundamental rules are: ബൈനറി അഡിഷൻ എന്ന് പറയുന്നത് രണ്ട് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ബൈനറി അഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നോർമൽ ഒരു ഡെസിമൽ നമ്പറിനെ, രണ്ട് ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന കൂട്ട് തന്നെയാണ് എന്ത് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ രണ്ട് നമ്പേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഏതൊക്കെയാണ്? നമ്മുടെ നോർമൽ 0 and 1 എന്ന് പറയുന്ന രണ്ട് ബൈനറി നമ്പേഴ്സ് മാത്രമേ ആ ഒരു അഡീഷനിൽ ഏർപ്പെടത്തുള്ളൂ. ഏതൊക്കെയാണ്? 0 അല്ലെങ്കിൽ 1. 0, 1 എന്നുള്ള ബൈനറി നമ്പേഴ്സ്. നോർമലി ബൈനറി നമ്പേഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ, 0 അല്ലെങ്കിൽ 1ൻ്റെ ഫോമിലായിരിക്കുമല്ലോ. അങ്ങനെ ആയിരിക്കും നോർമൽ ഒരു അഡീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ബൈനറി അഡീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ആഡ് ചെയ്യുന്നത് നോക്കാം. അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ബൈനറി നമ്പേഴ്സ് എന്തിൻ്റെ ഫോമിലാണെന്ന് പറഞ്ഞത്? 0യുടെയും 1ൻ്റെയും ഫോമിലായിരിക്കും ബൈനറി നമ്പേഴ്സ് വരുന്നത്. ആ ഒരു ഫോമിൽ തന്നെ ആയിരിക്കും രണ്ട് ബൈനറി നമ്പേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത്. അതിൽ അഡീഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. അതിൽ 0, 0 എന്ന് പറയുന്ന രണ്ട് ബൈനറി നമ്പർ, 0 + 0, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്? 0 ആയിരിക്കും. രണ്ട് സീറോസ് ആഡ് ചെയ്യുമ്പോൾ, ബൈനറിയിൽ രണ്ട് സീറോസ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്? 0 ആയിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 0 + 1 ആണെന്നുണ്ടെങ്കിൽ, 0 + 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 ആണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. 0 + 1 ആണെങ്കിൽ 1 ആയിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1, 0, 1 + 0. 1 + 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈനറിയിൽ ആഡ് ചെയ്യുമ്പം 1 + 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ബൈനറി അഡീഷൻ എന്ന് പറയുന്നത് 1 + 0 = 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ മൂന്നെണ്ണം ഓക്കെ അല്ലേ? രണ്ട് നമ്പേഴ്സ് 0യും 1ഉം മാത്രമേ നമുക്ക് ബൈനറി നമ്പേഴ്സ് ആണ്. അത് രണ്ടും കൂടെ ആണ്. അങ്ങനത്തെ ആ രണ്ടെണ്ണത്തിൻ്റെ ഫോമിലുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ 0 + 0 വരുവാണെങ്കിൽ 0, 0 + 1 വരുവാണെങ്കിൽ 1, 1 + 0 വരുവാണെങ്കിൽ അത് 1. ഇത് ശരിക്കും ഒരു ഓർ ഗേറ്റിൻ്റെ കൂട്ടില്ലേ? ആ ഒരു ഓർ ഓപ്പറേഷൻ ആയിരിക്കും ഇതിൽ ബൈനറി അഡീഷൻ വരുന്ന കേസിൽ നടക്കുന്നത്. നെക്സ്റ്റ് 1 + 1. 1 + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 1 എന്ന് പറഞ്ഞ 1 + 1 എന്ന് പറഞ്ഞ രണ്ട് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഈസ് 0 ആൻഡ് ക്യാരി ഈസ് 1. എന്താണ് ഈ സമ്മ് ക്യാരി? സം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്, അതാ കൂട്ടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് സം എന്ന് പറയുന്നത്. അപ്പം ഈ 1 + 1 ആഡ് ചെയ്യുമ്പം കിട്ടുന്ന സം എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. അതായത് 1 + 1 ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്യാരി ഈസ് 1. എന്താണ് ഈ ക്യാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്ന ടൈമിൽ എന്തായിരിക്കും? നമുക്കൊരു റിമൈൻഡർ വരുവാന്ന് വെച്ചോ. ഒരു റിമൈൻഡർ, ഒരു ശിഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശിഷ്ടമാണോ ഇടുന്നത്? ശിഷ്ടം എടുത്ത് മാറ്റത്തില്ലേ? അതാണ് ഈ ശിഷ്ടം എന്ന് പറയുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ക്യാരി, അല്ലെങ്കിൽ ഇതാണെന്ത് റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡർ എന്തായിരിക്കും ഇവിടെ? 1 + 1 എന്ന് പറയുന്ന രണ്ട് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ സം എന്ന് പറയുന്നത് 0യും ക്യാരി എന്തായിരിക്കും? ക്യാരി എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ഇതുവരെ പറഞ്ഞത് എന്താണ്? രണ്ട് AB, രണ്ട് ഇൻപുട്ട്, അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിരുന്നു. ഇതിൽ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വരുമെന്ന് വെച്ചോ. 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വരുമെന്ന് വെച്ചോ. അല്ലെങ്കിൽ 1 + 1 + 1 3 നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരി എന്ന് പറയുന്നത് 1ഉം അതിൻ്റെ സം എന്ന് പറയുന്നതും എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൻ്റെ സമ്മും ക്യാരി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നോക്കി വെക്കുക. എന്താണ് ഒരു ബൈനറി അഡീഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈനറി അഡീഷൻ എന്തായിരിക്കും? ബൈനറി അഡീഷന് രണ്ട് 0യുടെയും 1ൻ്റെയും ഫോമിലായിരിക്കും ബൈനറി അഡീഷൻ നടക്കുന്നത്. ബൈനറി നമ്പേഴ്സ് അതാണ്. അങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിൽ 0 + 0 വരുവാണെങ്കിൽ അതിനെ 0 ആക്കിയും, 0 + 1 ആണെങ്കിലും 1 + 0 ആണെങ്കിലും അതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. 1 + 1 വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം 0യും ക്യാരി 1ഉം ആയിരിക്കും. നെക്സ്റ്റ്
മൂന്നെണ്ണം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സ് ബൈനറി 3 നമ്പേഴ്സ് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1+1+1 എക്സാമ്പിൾ ആണ്. ആ 3 എണ്ണം 1+1+1 ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സമ്മ് 1ഉം ക്യാരി 1ഉം ആയിരിക്കും. ഇത്രയും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് 2 ബൈനറി നമ്പേഴ്സ് എക്സാമ്പിളിന് ആഡ് ചെയ്ത് നോക്കാം. ഇതിൽ കൊടുത്തേക്കുന്നത് എന്താണ്? ഇതിൽ കൊടുത്തേക്കുന്ന നമ്പേഴ്സാണ്. ഇത് രണ്ടുമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ. എന്താണ്? 110 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറും അത് വേറൊരു ബൈനറി നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. വേറെ ബൈനറി നമ്പറാണ് 1011 എന്ന് പറയുന്നത്. ഈ 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, വലത്തുനിന്ന് ഇടത്തോട്ടാണ് അഡീഷൻ പോകുന്നത്. നോർമൽ ഡെസിമൽ അഡീഷൻ കൂട്ട് തന്നെ. ഇതിലെന്തായിരിക്കും? 1+1 നമ്മൾ നേരത്തെ പഠിച്ച റൂൾസ് നോക്കുക. നേരത്തെ പഠിച്ച ഈ റൂൾസ് ഓർക്കുക, എന്തൊക്കെയാണെന്ന് ഓർക്കുക. 1+1 നോർമൽ 1+1 ബൈനറിക്കകത്ത് എന്തായിരുന്നു? 1+1 ബൈനറിക്കകത്ത് സമ്മ് കിട്ടുന്നത് 0യും ക്യാരി കിട്ടുന്നത് 1ഉം ആയിരിക്കും. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 1ഉം സമ്മ് 0യും. അപ്പോൾ 1+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1+1 എന്ന് പറയുന്നത് അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 0 നമ്മൾ എഴുതി. അതിൻ്റെ ക്യാരി അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? ശിഷ്ടം അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? റിമൈൻഡർ. അതെന്തായിരിക്കും? അത് 1 ആയിരിക്കും. അത് നമ്മൾ അടുത്ത ഇതിൽ കൊടുക്കും, 1 കൊടുക്കും. മുകളിൽ ശിഷ്ടം കൊടുത്തിട്ടല്ലേ എല്ലാ ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഇതിൽ 1+1 ആഡ് ചെയ്യുമ്പം സമ്മ് 0യും റിമൈൻഡർ 1ഉം ആയിരിക്കും. നെക്സ്റ്റ് ഇനി അടുത്ത അഡീഷൻ നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ നമ്പേഴ്സ് 0യും 1ഉം ആണ്. അതിന് മുകളിൽ ശിഷ്ടം കിടപ്പുണ്ട്. അപ്പോൾ ആ ശിഷ്ടം കൂടെ കയറ്റിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിൽ ശിഷ്ടമാണ് നോക്കുന്നത് 1 1. ഇവിടെ 0 നോക്കണ്ട. 1 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ആണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്? 1 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ്. 1 1 ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ എന്ത് വരും? 0 വരും സമ്മ്. ക്യാരി എന്ത് വരും? ക്യാരി ഇവിടെ 1 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ നമ്പേഴ്സ് 1 0 ആണ്. ഇതിൽ നമുക്ക് എന്താണ്? 0 നോക്കണ്ട. ഇവിടെ ഓൾറെഡി വേറെ ശിഷ്ടം കിടപ്പുണ്ട്. അപ്പോൾ ആ റിമൈൻഡറും ഇതും കൂടെ. അപ്പം ഇത് 1+1 ആണ് ഇവിടെ നടക്കുന്നത്. 1+1 എഗെയിൻ എന്തായിരിക്കും? സമ്മ് 0യും ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1ഉം ആയിരിക്കും. ദാറ്റ് മീൻസ് ക്യാരി 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ് നടക്കുന്നത്? അടുത്ത നടക്കുന്ന ടൈമിലാണ് 1 1 1 3 1കളുണ്ട്. 3 1കൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 3 1കൾ ബൈനറിയിൽ ആഡ് ചെയ്യുന്ന ടൈമിലും സമ്മും ക്യാരിയും എന്തായിരിക്കും വരുന്നത്? സമ്മും ക്യാരിയും 1 1 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 1+1+1 എന്ന് പറയുന്നത് സമ്മ് 1 ക്യാരിയും 1. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ റിസൾട്ട്. ബൈനറി ആഡിഷൻ ചെയ്ത റിസൾട്ട് ഇതായിരിക്കും. ബൈനറി ആകുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ബ്രാക്കറ്റിൽ എന്തിടും? ബൈനറി നമ്പറാണെന്ന് കാണിക്കുക. അതിൻ്റെ ബേസ് 2 കൊടുക്കും. ഇതായിരിക്കും നോർമൽ ഒരു ബൈനറി അഡീഷൻ എന്ന് പറയുന്നത്. അതാണ് കൊടുത്തേക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റ് മോസ്റ്റ് കോളത്തിനകത്ത് എന്തായിരിക്കും? 1+1 അത് 1+1 എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. അതിൽ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 എന്ന് പറയുന്നത് അതിൻ്റെ സമ്മും ക്യാരി എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് കോളത്തിൽ വരുമ്പോൾ എന്തായിരിക്കും? ഒന്നാമത്തേൻ്റെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ കടന്നതിൻ്റെ റിമൈൻഡർ 1 വരും. പിന്നെ ആ 0+1+ ആ ക്യാരി 1 വരും. അപ്പോൾ എന്തായിരിക്കും? അതും എഗെയിൻ 10 ആണ്. അതിൻ്റെ സമ്മ് 0 ക്യാരി 1. അങ്ങനെ ആഡ് ചെയ്ത് പോവുക. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ബൈനറി അഡിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാവേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് 110 ബൈനറി? അതായത് ഇതൊരു ബൈനറി നമ്പറാണ്. 110 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറാണ്. ഇതിൻ്റെ എന്തായിരിക്കും? അതും ആ ഒരു നമ്പറും പിന്നെ 011 എന്ന് പറയുന്ന വേറൊരു നമ്പറും അതും ഒരു ബൈനറി നമ്പറാണ്. ഈ 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന്? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് 110 പ്ലസ് 011? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബൈനറി അഡീഷൻ ചെയ്യുക. അതെന്താന്ന് നോക്കാം. നമുക്കിതിൽ 2 നമ്പേഴ്സ് എടുക്കാം. 110 പ്ലസ് 011 ബൈനറി അഡീഷൻ ചെയ്ത് നോക്കാം. 0+1 എന്തായിരുന്നു ബൈനറിയിൽ? 0+1 എന്ന് പറയുന്നത് 1 ആയിരുന്നു. 1+1 എന്ന് പറയുന്നതാണ് എന്ത്? 1+1 ബൈനറിയിൽ ആഡ് ചെയ്യുമ്പം അതിൻ്റെ സമ്മ് 0യും ക്യാരി 1ഉം വരും. ഓക്കെ, അത് കഴിയുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ 1+1 ഇവിടെ 0 ആണ്. ഈ ക്യാരിയും ഈ നമ്മുടെ നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. 1+1+0 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ 1+ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മ് അഗെയിൻ 0 ക്യാരി 1.
അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് 1001 1001. ഇതായിരിക്കും നമ്മുടെ ബൈനറി എന്ന് പറയുന്നത്. ഇത് ബേസ് 2 കാണിക്കാനാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് 1010 എന്ന് പറയുന്ന ഒരു ബൈനറിയും പ്ലസ് ഏതാണ് അടുത്തത് 0101 എന്ന് പറയുന്ന വേറെ ഒരു ബൈനറി നമ്പറും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, 1010 എന്ന് പറയുന്ന ഒരു നമ്പറും 0101 എന്ന് പറയുന്ന വേറെ ഒരു ബൈനറി നമ്പറും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇതിൽ 0 + 1 എന്ന് പറയുന്നത് 1 ആണ്, 1 + 0 എന്ന് പറയുന്നത് 1 ആണ്, 0 + 1 എന്ന് പറയുന്നത് 1 ആണ്, 1 + 0 എന്ന് പറയുന്നതും 1 ആണ്. ഇവിടെ നമ്മുടെ ബൈനറി നമ്പർ വരുന്നത് 1111 ആണ്. 1111 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് 1111 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ പ്ലസ് 0001 എന്ന് പറയുന്ന വേറെ ഒരു ബൈനറി നമ്പർ. ഈ രണ്ട് നമ്പേഴ്സും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 1 എന്തായിരുന്നു വരുന്നത്? അതിൻ്റെ സമ്മ് 0 ക്യാരി 1. ഓക്കെ, ഇവിടെ 1 + 1 + 0 അതെന്ത് വരും? 3 നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 1 + 1 + 0 എന്ത് വരും? 1 + 1 + 0 എഗെയിൻ സമ്മ് 0 ക്യാരി 1. ഇതിലും ആ കേസ് തന്നെയാണ്. 1 + 1 + 0 എന്ന് പറയുമ്പോൾ സമ്മ് 0 ക്യാരി 1. ഇവിടെയും 1 + 1 + 0 എന്ന് പറയുന്നത് സമ്മ് 0 ക്യാരി 1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഓപ്ഷനകത്ത് ഇതുണ്ടോ നോക്കിക്കേ. ഓപ്ഷനകത്തുണ്ടോ? ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബൈനറി അഡീഷൻ വളരെ സിമ്പിൾ ആണ്. ബൈനറി അഡീഷൻ്റെ റൂൾസ് നോക്കി വെക്കുക. 0s 1 അതൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. അതൊന്ന് പഠിച്ചു വെക്കുക. അത് കിട്ടിക്കഴിയുമ്പം 2 ബൈനറി നമ്പേഴ്സ് ഈസിലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ബൈനറിയുടെ ടോപ്പിക്കാണ് വൺസ് കോംപ്ലിമെൻറ്റ്. എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ്? എന്താണ് വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് obtained by changing all ones to zeros and all zeros to 1. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. വൺസ് കോംപ്ലിമെൻറ്റ്. എൻ്റെ കയ്യിൽ ഒരു ബൈനറി നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറാണ്. ഇതിൽ ഒരു ബൈനറി നമ്പർ ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിനെ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതാൻ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതിനകത്ത് എന്തായിരിക്കും? വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് obtained by changing all its ones to zeros and all its zeros to ones. ബൈനറി നമ്പറിന്റെ 1ന്റെ സ്ഥാനത്ത് സീറോസ് ഇടുക, സീറോയുടെ സ്ഥാനത്ത് 1 ഇടുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എഴുതാം. അതായത് കൊടുത്തേക്കുന്ന ബിറ്റുകളെല്ലാം എന്ത് ചെയ്യുക? ഇൻവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എടുത്ത് വെക്കുക. അതാണ് ഒരു ബൈനറി നമ്പറിന്റെ എന്തെന്ന് പറയുന്നത് വൺസ് എന്ന് പറയുന്നത്. വൺസ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈനറി നമ്പർ ഉണ്ട്, ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എഴുതാൻ ചോദിച്ചു കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും? 1ന്റെ സ്ഥാനത്തെല്ലാം സീറോസ് കൊടുക്കുക, സീറോയുടെ സ്ഥാനത്തെല്ലാം 1ഉം കൊടുക്കുക. ഇതായിരിക്കും ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 1 അതിന് പകരം 0 കൊടുത്തു, 0യ്ക്ക് പകരം 1 കൊടുത്തു, 1ന് പകരം 0 കൊടുത്തു, 0യ്ക്ക് പകരം 1 കൊടുത്തു, 1ന് പകരം സീറോസ് കൊടുത്തു. ഈ ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് ആയിരിക്കും ഈ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് സിംപ്ലി എന്ത്? ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കാണാനുള്ള വിധം. മെത്തേഡ് ഇൻവേർട്ട് ഓൾ ബിറ്റ്സ്. എല്ലാ ബിറ്റ്സ് എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ്സ് എടുക്കുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 10110യുടെ വൺസ് കോംപ്ലിമെന്റ് ആണ് കൊടുത്തേക്കുന്നത്. എന്ത്? 1ന് പകരം 0, 0യ്ക്ക് പകരം 1, 1ന് പകരം 00, പിന്നെ 0യ്ക്ക് പകരം 1. ഇതായിരിക്കും ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കാനുള്ളത്. അതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വൺസ് കോംപ്ലിമെന്റ് 110 എന്ന് പറയുന്ന നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എഴുതാൻ ചോദിച്ചു. വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ എഴുതുന്നത്? ഈ ബിറ്റ്സ് എല്ലാം, കൊടുത്തേക്കുന്ന ബിറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക? കൊടുത്തേക്കുന്ന ബിറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യുക. അതാണ് ഇത് വൺസ് കോംപ്ലിമെന്റ്. ഇതിന്റെ റിസൾട്ട് എന്ത് വരും? 0 0 1 0 0 0 1 0. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് 10101? 10101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇതിന്റെ എന്താണ്? വൺസ് കോംപ്ലിമെന്റ് ആണ്
ചോദിച്ചേക്കുന്നത്. എന്താണ്? വൺസ് കോംപ്ലിമെന്റ്. ഇതെങ്ങനെ ചെയ്യും? ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കുന്നത്? കൊടുത്തേക്കുന്ന ബിറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യുക. 0 1 0 1 0. ഇതായിരിക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദിസ് ബൈനറി നമ്പർ എന്ന് പറയുന്നത്. 0 1 0 1 0 0 1 0 1 0. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതുകൂടെ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 0 0 1 1 0 0 0 1 1 0 ആണെന്ന് തോന്നുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വൺസ് കോംപ്ലിമെന്റ് എടുക്കാം. ഇങ്ങനെ 1 1 0 0 1 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 1 1 0 0 1. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബൈനറി, 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിച്ചു. ഒരു ബൈനറി നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കാനും പഠിച്ചു. നെക്സ്റ്റ് ഒരെണ്ണമാണ് ടൂസ് കോംപ്ലിമെന്റ്. എന്താണ്? ടൂസ് കോംപ്ലിമെന്റ്. ഇതെങ്ങനെയാണ് ഒരു ബൈനറിയുടെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുന്നത്? ബൈനറിയുടെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്താന്ന് നോക്കാം. ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് 1 ആഡ് ചെയ്യുക. എന്തിലേക്ക്? ടു ഇറ്റ്സ് വൺസ് കോംപ്ലിമെന്റ്. Okay, 2's complement of a binary number is obtained by adding 1 to its 1's complement. ഒരു ബൈനറിയുടെ 2's complement എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് അതിന്റെ 1's complement എടുക്കുക, അതിന്റെ കൂട്ടത്തിൽ പ്ലസ് ആഡ് ചെയ്യുക. എന്ത്? 1ഉം കൂടെ ആ 1's complement കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ബൈനറിയുടെ 2's complement കിട്ടും. ഫോർ എക്സാമ്പിൾ 1010 എന്ന് പറയുന്ന ഒരു ബൈനറി ഇന്ത്യയിലുണ്ട്. ഇതിന്റെ എന്ത് എടുക്കണം? ഇതിന് എനിക്ക് 2's കോംപ്ലിമെന്റ് ആണ് കിട്ടേണ്ടത്. ഈ ഒരു ബൈനറിയുടെ 2's കോംപ്ലിമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ഈ ബൈനറിയുടെ 1's കോംപ്ലിമെന്റ് ഞാൻ എടുക്കണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? +1 കൊടുക്കുക. അഡിഷൻ പഠിച്ചു, 1's കോംപ്ലിമെന്റ് എടുക്കാൻ പഠിച്ചു. അപ്പൊ ഈസിലി നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? 2's കോംപ്ലിമെന്റ് പഠിക്കാൻ പറ്റും. അതിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് each is equal to 1's കോംപ്ലിമെന്റ് +1. ഓക്കെ, 2's കോംപ്ലിമെന്റ് ഈക്വൽ ടു 1's കോംപ്ലിമെന്റ് +1. ഓക്കെ അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലും 1010 എന്ന് പറയുന്ന ചെറിയൊരു 4 ബിറ്റ് ബൈനറി എൻ്റെ കയ്യിലുണ്ട്. 4 ബിറ്റ് ആണ്, 4 ബിറ്റ് ബൈനറി എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ 2's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? 2's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഞാൻ എന്ത് കാണണം? ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണണം. ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് എങ്ങനെയാണ് കാണുന്നത്? 1010 എന്ന് പറയുന്നതിൻ്റെ 1's കോംപ്ലിമെന്റ് എങ്ങനെയാണ് കാണുന്നത്? ഇതിൻ്റെ 1's കോംപ്ലിമെന്റ് കാണുന്നത് ഇതിനെ എന്ത് ചെയ്യുക? ഈ ബിറ്റ്സുകളെല്ലാം ഇൻവേർട്ട് ചെയ്യുക. 0 1 0 1 ആണ് ഇതിന്റെ 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ആഡിങ് 1's കോംപ്ലിമെന്റ് കൂടെ 1 ആഡ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 2's കോംപ്ലിമെന്റ് കിട്ടും. നോർമലി ബൈനറി അഡീഷൻ പഠിച്ചതാണ്. ഇവിടെ 1 ആണ്. ഇവിടെ 1 കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഡെസിമൽ നമ്പർ ആണോ? നോർമൽ ഒരു ഡെസിമൽ നമ്പർ 1 ആണോ ആഡ് ചെയ്യുന്നത്? അല്ല, ഒരു 1 മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ് അല്ലേ ഉള്ളൂ. ഇത് 4 ബിറ്റിന്റെ കൂടെ അല്ലേ ആഡ് ചെയ്യുന്നത്. 4 ബിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒന്നെന്ന് കിടക്കുന്നത് എന്താക്കണം? 4 ബിറ്റ് ആക്കണം. 4 ബിറ്റ് എങ്ങനെ ആക്കും? 4 ബിറ്റ് ആക്കുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിയുള്ള വേക്കന്റ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡുകളിലെല്ലാം എന്ത് കൊടുക്കുക? സീറോസ് കൊടുക്കുക. സീറോസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇതിന്റെ ഈ ഒരു നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് എടുത്തു. 1's കോംപ്ലിമെന്റ് കൂടെ എന്ത് ആഡ് ചെയ്യാൻ പോവാണ്? 1 ആഡ് ചെയ്യാൻ പോവുകയാണ്. 1 എന്ന് പറയുന്നത് 1 ബിറ്റ് ആണ്. അപ്പൊ ഈ 4 ബിറ്റിന്റെ കൂടെ 1 ബിറ്റ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് സംശയം വേണ്ട. ഈ ഒന്നിനെ എന്ത് ചെയ്യാം? 4 ബിറ്റ് ആക്കുക. 4 ബിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേക്കന്റ് ആയിട്ടുള്ളിടത്ത് എന്ത് കൊടുക്കുക? സീറോസ് കൊടുക്കുക. സീറോസ് കൊടുത്തിട്ട് 2 ബൈനറി 4 ബിറ്റ് 2 ബൈനറീസ് കിട്ടും. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 1 + 1 എന്താണ് ബൈനറിയിൽ അഡീഷൻ? 1 + 1 എന്ന് പറയുന്നത് 0, സം 0യും ക്യാരി 1ഉം. ഓക്കെ അല്ലേ? സം 0യും ക്യാരി 1ഉം. ഓക്കെ, അത് കഴിയുമ്പോൾ എന്താണ്? 1 + 0 + 0 അതെന്ത് വരും? 1 വരും. ഓക്കെ, നെക്സ്റ്റ് 1 + 0 എന്ത് വരും? 1 വരും. നെക്സ്റ്റ് എന്ത് വരും? 0 + 0 0 വരും. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഈ ഒരു നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും എന്ത്? 2's കോംപ്ലിമെന്റ്. ഇതായിരിക്കും 1's കോംപ്ലിമെന്റ്. ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിന്റെ 1's കോംപ്ലിമെന്റ് എടുത്തു. അതിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്തു. നോർമൽ അഡീഷൻ പോലെ, ബൈനറി അഡീഷൻ പോലെ 1 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും?
ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടും. അതാണ് നോർമൽ ഒരു ടൂസ് കോംപ്ലിമെന്റ് കാണുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൺസ് കോംപ്ലിമെന്റ്, അതായത് 10110 എന്ന് പറയുന്ന നമ്പറാണ്. അതിനെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുന്നത് എങ്ങനെയാ? ഈ ബിറ്റ് ഇൻവേർട്ട് ചെയ്തു, 01001 വൺസ് കോംപ്ലിമെന്റ് എടുത്തു, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് എത്രയാണ്? 5 ബിറ്റ് ആണ്. 5 ബിറ്റ് ആയതുകൊണ്ട് ബാക്കി വേക്കൻ്റ് ആയിട്ടുള്ള ഇടത്തെല്ലാം എന്തെടുത്തു? സീറോസ് കൊടുത്തു. ഈ സീറോസ് ഒക്കെ നമ്മൾ രണ്ടാമത് കൊടുത്ത സീറോസ് ആണ് കേട്ടോ. ഈ സീറോസ് ഒക്കെ രണ്ടാമത് കൊടുത്ത സീറോസ് ആണ്. ഓക്കെ, അത് കഴിയുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. 1 + 1 എന്ന് പറയുന്നത് സം 0 ക്യാരി 1. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 + 0 വന്നു 1, 0 + 0 0, 1 + 0 1, 0 + 0 0. ഇതായിരിക്കും നമ്മളുടെ ഈ ഒരു നമ്പറിൻ്റെ എന്താന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതെന്താ നോക്കാം. വാട്ട് ഈസ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് 1101? 1101 എന്ന് പറയുന്ന ഒരു ബൈനറി കൊടുത്തിട്ടുണ്ട്. ആ ബൈനറിയുടെ ടൂസ് കോംപ്ലിമെന്റ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. 1101 ആണ് നമ്മളുടെ ബൈനറി. അതിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. ഏതാണ് വൺസ് കോംപ്ലിമെന്റ്? വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 0 1 0 ആണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ്. ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ 1 വെച്ചിട്ട് ആഡ് ചെയ്യുക. എൻ്റെ കൂടെ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 വെച്ചിട്ട് ആഡ് ചെയ്യുക. 1 വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നോർമൽ ബൈനറി അഡീഷൻ. ഇതിന്റെ വേക്കൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ സീറോസ് കൊടുത്തു. ഇത് 4 ബിറ്റ് ആണ്, അപ്പോൾ 4 ബിറ്റ് ആക്കി. എന്തിനേയും 1നെയും 4 ബിറ്റ് ആക്കി. എന്നിട്ട് 0 + 1 1, 1 + 0 1, 0 + 0 0, 0 + 0 0. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ടൂസ് കോംപ്ലിമെന്റ് ഇത് ഓപ്ഷനിലുണ്ടോ നോക്ക്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 0011 ആണ് നമ്മളുടെ ഇതിന്റെ ഈ ബൈനറിയുടെ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് നോക്കാം. ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ് 10010. ഈ ഒരു ബൈനറിയുടെ ടൂസ് കോംപ്ലിമെന്റ് എങ്ങനെയാ നോക്കാം. ഇതിന്റെ വൺസ് എഴുതുക. വൺസ് എങ്ങനെ എഴുതും? 0 1 1 0 1. ഓക്കെ അല്ലേ? ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? 1 ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ വേക്കൻറ്റ് പ്ലേസിലേക്ക് സീറോസ് കൊടുക്കും. സീറോസ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 1 + 1 ഈസ് ഏതാണ്? ഇത് എത്ര ബിറ്റാ? 5 ബിറ്റ് അല്ലേ? 5 ബിറ്റ് മൊത്തമായല്ലോ. 1 + 1 ഈസ് 0 1, 1 + 0 + 0 എന്ന് പറയുന്നത് 1 ആണ്. 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. 0 + 0 എന്ന് പറയുന്നത് 0 ആണ്. ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓപ്ഷനിലുണ്ടോ നോക്കുക. 0 0 1 1 1 0. ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ഈ ഒരു ബൈനറിയുടെ എന്തെന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങളിതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടൂസ് കോംപ്ലിമെന്റ് 0 1 0 1 എന്ന് പറയുന്നതിന്റെ ടൂസ് കോംപ്ലിമെന്റ് നോക്കാം. ടൂസ് കോംപ്ലിമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ വൺസ് കോംപ്ലിമെന്റ് കാണുക. 1 0 1 0 ആണ്. ഇതിനെ ആഡ് ചെയ്യുക. 1 തൊട്ട് ആഡ് ചെയ്യുക. 1 വെച്ചിട്ട് ആഡ് ചെയ്യുക. ബിറ്റ്സ് ബാക്കി വേക്കൻ പ്ലേസിൽ ബിറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് എന്തായിരിക്കും? 0 + 1 ഈസ് 1 1 0 1. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ടൂസ് കോംപ്ലിമെന്റ് ആണ് 1011 1011. ഓപ്ഷൻ എ ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ്? ലോജിക്കൽ ഇക്വേഷൻസ് ഫ്രം ട്രൂത്ത് ടേബിൾ. ഞാനിവിടെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കും. അതിൽ നിന്ന് നമുക്ക് ലോജിക്കൽ ഇക്വേഷൻ, ഏതോ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കും. ഏത് ഗേറ്റ് ആണോ എന്ത് കാര്യമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻ വെച്ച് ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് ഏത് ഗേറ്റ് ആണ്, ഏത് ബൂളിയൻ എക്സ്പ്രഷൻ ആണ് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാന്ന് നോക്കാം. ഒരു ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും നമുക്ക് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക ഇത് എന്താണെന്ന്. ഒന്ന് ബൂളിയൻ ആൽജിബ്ര ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ, ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഇക്വേഷൻസ് എങ്ങനെ എഴുതുന്നതെന്ന് അറിയണം. അതിനു മുന്നേ ഇൻപുട്സ് എങ്ങനെയായിരിക്കും? നോർമലി
എയും ബിയും ആയിരിക്കും നമ്മളുടെ ഇൻപുട്സ് എന്ന് പറയുന്നത്. എന്താണ് എയും ബിയും ആണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. എ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1 കൊടുക്കുന്നു. ഓക്കെ, എ ആണെങ്കിൽ 1 കൊടുക്കുന്നു. എ ബാർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും കൊടുക്കുന്നത്. സിമിലർലി ബി ആണെങ്കിൽ 1, ബി ബാർ ആണെങ്കിൽ 0 ആയിരിക്കും കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ട്രൂത്ത് ടേബിൾ ഉള്ള 1ഉം 0ഉം ആണ്. 1 ആണെങ്കിൽ എ, 0 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള എ ബാർ, 1 ആണെങ്കിൽ ബി, 0 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ബി ബാർ. ഓക്കെ അല്ലേ? 1ൻ്റെ ഇൻവേഴ്സ് അല്ലേ 0, അതുകൊണ്ടാണ് ഇത് ആലോചിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തുനിന്നും ഇക്വേഷൻസ് എഴുതാം. അതിനു മുന്നേ ഇക്വേഷൻസ് എഴുതേണ്ടത് നമ്മുടെ ഔട്ട്പുട്ട് 1 കിട്ടുന്നിടത്തായിരിക്കണം. ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഏതാണ് സ്റ്റെപ്പ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് 1 മാത്രം കിട്ടുന്ന സ്റ്റെപ്പ് എടുത്തിട്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാ നോക്കാം. ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഒരെണ്ണമാണിത്. ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എയുടെ സ്ഥാനത്ത് 0 എടുക്കുന്നു. എയുടെ സ്ഥാനത്ത് 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എ ബാർ ആയിരിക്കും. ഓക്കെ, എ ബാർ. ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 1 ആണ്. ബിയുടെ സ്ഥാനത്ത് 1 കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് നോർമൽ ബി തന്നെ ആയിരിക്കും. ഓക്കെ, പ്ലസ് ആഡ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന 1 എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് 1 കിടക്കുന്നു. എയുടെ സ്ഥാനത്ത് 1 കിടക്കുകയാണെങ്കിൽ എ, ബിയുടെ സ്ഥാനത്ത് 0 കിടക്കുന്നു. ദാറ്റ് മീൻസ് ബി ബാർ. ഓക്കെ, പ്ലസ് ബാക്കി ഔട്ട്പുട്ട് 1 കിട്ടുന്നത് എയും ബിയും 1 1 ആണ്. ദാറ്റ് മീൻസ് എ ബി, എയും ബിയും 1 1 ആണെന്നുണ്ടെങ്കിൽ എ ബി. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ ഇക്വേഷൻസ്. വിച്ച് ഈസ് ഈക്വൽ ടു വൈ നമ്മുടെ ഔട്ട്പുട്ട് ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു വൈ നമ്മുടെ ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഒരു ആഡ് ചെയ്തെന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇക്വേഷൻസ് ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഇത് ശ്രദ്ധിച്ച് നോക്കുക. എന്താണ്, ഇവിടെ 1ഉം 0ഉം വരും ബൈനറീസും. അതിൽ 1 വരുവാണെങ്കിൽ എയുടെ സ്ഥാനത്ത് 1 വരുവാണെങ്കിൽ എ, 0 വരുവാണെങ്കിൽ എ ബാർ. സിമിലർലി ബിയിൽ ബി വരുവാണെങ്കിൽ 1, ബി ബാർ ആണെങ്കിൽ 0, അല്ലെങ്കിൽ 0 ആണെങ്കിൽ ബി ബാർ. ഇത് നോക്കി വെക്കുക. പിന്നെ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് ഔട്ട്പുട്ട് 1 വരുന്ന ഈ y1 വരുന്ന, ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് 1 വരുന്ന മാത്രം എടുത്ത് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് 1 വരുന്നിടത്ത് ഇൻപുട്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, അത് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഡിമോർഗൻസ് തിയറംസും ബാക്കി ലോസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നോക്കാം ഈ ഒരു ഇക്വേഷൻ. ഇതിൽ ഏതൊക്കെ കോമൺ എടുക്കാൻ പറ്റും, ബികൾ ഇതിൽ രണ്ടിലും കോമൺ ആണ്. ദാറ്റ് മീൻസ് ബി പുറത്തെടുത്തു, എ ബാർ പ്ലസ് എ. ഓക്കെ അല്ലേ? ഇതിൽ രണ്ടിലും എന്തായിരുന്നു, ഇതിൽ രണ്ടിലും ബീസ് കോമൺ ആണ്. അപ്പോൾ ബി പുറത്തെടുത്തു, എ ബാർ പ്ലസ് എ പ്ലസ് എ ബി ബാർ അതേപോലെ ഇട്ടു. ഇറ്റ്സ് ഈക്വൽ ടു എന്താണ്, ഇറ്റ്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എ പ്ലസ് എ ബാർ എന്തായിരുന്നു, നമ്മളുടെ ഓവർലോയിൽ പഠിച്ചു. എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇവിടെ ഞാൻ 0 കൊടുക്കുന്നു, ഇവിടെ 1 കൊടുക്കുന്നു. എന്താണ്, ഇത് 1 ആണ്. ദാറ്റ് മീൻസ് ബി ഇൻറ്റു 1 എന്താണ്, ബി ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് എ ബി ബാർ അതേപോലെ എഴുതി. ഇറ്റ്സ് ഈക്വൽ ടു എന്ത്, വൈ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ബി ഇൻറ്റു 1 എന്താണ്, ബി പ്ലസ് എ ബി ബാർ ഇറ്റ്സ് ഈക്വൽ ടു എന്താണ്, വൈ. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിഡക്റ്റൻസ് ലോയ്ക്ക് തുല്യമാണ്. റിഡക്റ്റൻസ് ലോ എന്ന് പറയുമ്പം എയോ ബിയോ, ദാറ്റ് മീൻസ് എ ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആണ് എ ബാർ, ബി ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആണ് ബി ബാർ. അങ്ങനെയുള്ള ബി ബാറോ ബിയോ എയുടെ കൂടത്തിൽ കിടക്കാതെ മറ്റാളെ കൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ക്യാൻസൽ ചെയ്തിട്ട് എടുത്ത് ആഡ് ചെയ്യുന്നത്. ഇവിടെ ബി കിടപ്പുണ്ട്, ബിയുടെ കോംപ്ലിമെന്റ് ബി ബാർ എയുടെ കൂടാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ബി ബാറിനെ കട്ട് ചെയ്തു, എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വൈ. ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് എടുത്ത ഔട്ട്പുട്ട് ഇതായിരിക്കും, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാം, ഫസ്റ്റ് ഒരു ട്രൂത്ത് ടേബിൾ കണ്ടു, അതിൻ്റെ ഇത് നോക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഔട്ട്പുട്ട്സ് 1s വരുന്നതല്ല, ഔട്ട്പുട്ട് 1 വരുന്ന എല്ലാത്തിനും ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് 1 വരുന്ന എല്ലാം ട്രൂത്ത് ടേബിൾ ഔട്ട്പുട്ട് 1 വരുന്നതിനെല്ലാം എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിലും എക്ക് ഇവിടെ 0 വന്നതുകൊണ്ട് ഇവിടെ എ ബാർ, പിന്നെ ബിക്ക് 1 വന്നതുകൊണ്ട് ബി, പ്ലസ് എ 1 ആണ് അതുകൊണ്ട് എ, ബി എന്ന് പറയുന്നത് 0 ആണ് അതുകൊണ്ട് ബി ബാർ, പ്ലസ് ഇവിടെ എയും ബിയും 1 1 ആണ് അതുകൊണ്ട് എ ബി,
which is equal to output y. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലോസ് ഡിമോർഗൻസ് തിയറവും നോർമൽ ലോസും എല്ലാം വെച്ചിട്ട് നമ്മളിത് താഴോട്ട് റെഡ്യൂസ് ചെയ്ത് എടുക്കുകയാണ്. ഈ രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ബി വന്നു, ബി പുറത്തെടുത്തു. എ ബാർ പ്ലസ് എ കിട്ടി, പ്ലസ് എ ബി ബാർ കിട്ടി. അത് കഴിഞ്ഞ് എ ബാർ പ്ലസ് എ അക്കോർഡിംഗ് ടു ഓവർലോ എന്താണ് 1 ആണ്, ബി ഇൻറ്റു 1 വന്നു, പ്ലസ് എ ബി ബാർ ചെയ്തു. ലാസ്റ്റ് ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു വൈ ആണ്. ഇതിൽ ഇതൊരു റിഡക്റ്റൻസ് ലോയ്ക്ക് തുല്യമാണ്. അപ്പോൾ എന്ത് വന്നു, ബി ബാറിനെ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് എ പ്ലസ് ബി ആണ് നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഏത് ലോയ്ക്ക് തുല്യമാണ്? ഏത് ലോ ആണ്? എ പ്ലസ് ബി എന്ന് പറയുന്ന അഡീഷൻ ഓപ്പറേഷൻ നടക്കുന്ന ലോ ആണ് ഏത്? ഏത് ഗേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും? ഓർ ഗേറ്റ്. ഇതൊരു ഓർ ഗേറ്റ് അല്ലേ? ഇതൊരു ഓർ ഗേറ്റ് ആവും. നിങ്ങൾ ഒന്നും കൂടെ നോക്കിക്കേ. ഇതൊരു ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ അല്ലേ? 4 സ്റ്റെപ്സ് എഴുതി. 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. എന്താണ് 4 സ്റ്റെപ്സ് ഉണ്ട്. ഇതിലെന്ത് വന്നു? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 ഈസ് 1. ഇതാണ് ലോജിക്കൽ ഇക്വേഷൻസ് ഫ്രം ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഗേറ്റും കൂടെ റിയലൈസ് ചെയ്യാം. അതിൽ ഒരു ഗേറ്റ് എഴുതാം. (0 0 0 1 1 0 1 1 0 0 0 1). ഒരു ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഏത് ഗേറ്റാണ് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? എ ബാർ എക്ക് 1, എ ബാറിന് 0, ബിക്ക് 1, ബി ബാറിന് 0. അത് ആലോചിച്ച് വെക്കുക. ഓക്കെ, ബിക്ക് 1, ബി ബാറിന് 0. ഓക്കെ, ഇതിൽ നിന്ന് ഔട്ട്പുട്ട് 1 വരുന്നതിന് മാത്രം ഇക്വേഷൻസ് എഴുതുക. ട്രൂത്ത് ടേബിളിൽ ഔട്ട്പുട്ട് 1 വരുന്നതിന് മാത്രം ഇക്വേഷൻസ് എഴുതുക. എങ്ങനെയായിരിക്കും ഇപ്പോൾ വരുന്നത്? ഔട്ട്പുട്ട് 1 വരുന്നത് ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്തായിരിക്കും? എക്ക് 1, ദാറ്റ് മീൻസ് എ, ബിക്ക് 1, ദാറ്റ് മീൻസ് ബി, എ ബി വിച്ച് ഇസ് ഈക്വൽ ടു വൈ. ഒന്നിൻ്റെ കൂടെ ആഡ് ചെയ്യാനില്ല. എ ബി വിച്ച് ഇസ് ഈക്വൽ ടു വൈ. എ ബി മീൻസ് എന്താണ്? എ ഡോട്ട് ബി അല്ലേ? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഏത് ഗേറ്റാ? എ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് നമ്മളുടെ ഏത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ്. ഇത് ആൻഡ് ഗേറ്റ് അല്ലേ? നോക്കിക്കേ, ആൻഡ് ഗേറ്റ് ആണോ? 0 0 0 0 1 0 1 0 0 1 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിളിൽ നിന്ന് ലോജിക്കൽ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഏത് ഗേറ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സൽ ഗേറ്റ്സ് നമ്മൾ പഠിച്ചു. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? The OR, and NOT gates can be combined to implement any Boolean expressions or digital circuits. ഓറും ആൻഡും നോട്ടും ഗേറ്റ്സുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എല്ലാ ബൂളിയൻ എക്സ്പ്രഷൻസും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നോർ ആൻഡ് നാൻ ഗേറ്റ്സ് ആർ കോൾഡ് ദ യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഓക്കെ, നമ്മൾ പഠിച്ചു 2 ഗേറ്റ്സ് പഠിച്ചായിരുന്നു. നോറും നാൻഡ് എന്ന് പറയുന്ന 2 ഗേറ്റ്സ് പഠിച്ചായിരുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞു. അതേതാണ്? ഏത് ടൈപ്പ് ഗേറ്റ് പെടുന്നതാണ്? അത് യൂണിവേഴ്സൽ ഗേറ്റ്സിൽ പെടുന്നതാണ്. എന്ത്? നോർ ആൻഡ് നാൻ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ്സുകൾ. അതെന്താണ്? ബിക്കോസ് either of them alone can be used to implement all other basic logic gates. ബാക്കിയുള്ള എല്ലാ ബേസിക് ലോജിക് ഗേറ്റ്സും ഏതൊക്കെ? ആൻഡ്, ഓർ, നോട്ട്, ഈ 3 ബേസിക് ഗേറ്റ്സുകളും നമുക്ക് എന്തിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഈ 2 ഗേറ്റ്സിൽ നിന്ന് എലോൺ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് നാൻഡ് ഗേറ്റിൽ നിന്ന് നമുക്ക് ഏത് ഗേറ്റ്? നോട്ടോ അല്ലെങ്കിൽ ഓറോ ആൻഡോ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ബേസിക് ഗേറ്റ്സ് എവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാം? യൂണിവേഴ്സൽ ഗേറ്റ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേഴ്സൽ ഗേറ്റ്സ് എലോൺ ആയിട്ട് ഒറ്റയ്ക്ക് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ദാറ്റ് മീൻസ് നോർ അല്ലെങ്കിൽ നാൻ ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റ്സ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്ത് വന്നത്? ഇതിന്റെ പേര് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന പേര് വന്നത്. Can be used to implement all other basic logic gates and or not and any other digital circuits. നമുക്ക് എന്തിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റും? ആൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഗേറ്റ്സിൽ നിന്നും മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന്റെ ഒരു ഡേറ്റ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ലോജിക് ഗേറ്റ് റെഫറൻസ് ഡേറ്റ നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് ഫോർ റിയലൈസേഷൻ. ഇതിനകത്ത് കുറച്ച് ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നാൻഡ് ആൻഡ് നോർ ഗേറ്റ് യൂസ് ചെയ്യുന്നതിന്റെ ഡേറ്റാസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത്രയും ഗേറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ, അതായത് നാൻ ഗേറ്റ് എത്ര, നോർ ഗേറ്റ് എത്ര, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബേസിക് ഗേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ആ ടേബിൾ ഒന്ന് നോക്കാം. നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എങ്ങനെയാണ്? ഒരു നാൻഡും ഒരു നോറും യൂസ് ചെയ്തുകൊണ്ട് മിനിമം ഒരു നാൻഡും ഒരു നോറും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗേറ്റ് മേക്ക് ചെയ്യാൻ പറ്റും? നോട്ട് ഗേറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിംഗ്ലി ബാക്കിയുള്ള അതർ ഗേറ്റ്സ്, അത് ഒരു ആൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നാൻഡ് ഗേറ്റ്സ് വേണം? മിനിമം 2 നാൻഡ് ഗേറ്റ്സ്. നോർ ഗേറ്റ് ആണെങ്കിലോ മിനിമം 3 നോർ ഗേറ്റ്സ്. ഓർ എന്ന് പറയുന്ന ബേസിക് ഗേറ്റ്സ് മേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ അതിന് നാൻഡ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ്സ് 3 എണ്ണം, നോർ ഗേറ്റ് 2 എണ്ണം. നെക്സ്റ്റ് നാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് തന്നെ മേക്ക് ചെയ്യാൻ ഒരു നാൻഡും 4 നോറും ആവശ്യമാണ് മിനിമം. നോർ ഗേറ്റ് ആണെങ്കിലോ 4 നാൻഡും 1 നോറും. എക്സോർ എക്സ്നോറും ആണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. എക്സോർ ആണെങ്കിൽ 4 നാൻഡും 5 നോറും, എക്സ്നോർ ആണെന്നുണ്ടെങ്കിൽ 5 നാൻഡും 4 നോറും. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആൻഡ് ഗേറ്റ് മേക്ക് ചെയ്യാൻ എത്ര നാൻഡ് ഗേറ്റ് ആവശ്യമാണ്, എത്ര നോർ ഗേറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഓർ ഗേറ്റ് മേക്ക് ചെയ്യാൻ എത്ര നാൻഡ് ഗേറ്റ് ആവശ്യമാണ്, എത്ര നോർ ഗേറ്റ് ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കും. അതുകൊണ്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. ഫസ്റ്റിലെ ബേസിക് ഗേറ്റ്സ് 3 എണ്ണമാണ് പറയുന്നത്. നോട്ട് ആൻഡ് ഓർ, ഈ ഒരു ഓർഡർ പഠിച്ചേക്കുക. നോട്ട് ആൻഡ് ഓർ, ഇതിന്റെ നമ്പേഴ്സ് പഠിച്ചേക്കുക. ക്ലാസിഫിക്കേഷൻ വരുന്നത് നാൻഡ് നോറും എന്നാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. 1 1 2 3 3 2 ഇതിന്റെ റിവേഴ്സ് ആണ്. ആൻഡിന്റെ റിവേഴ്സ് ആയിരിക്കും ഓറിന് വരുന്നത്. ഇത് 3 എണ്ണം പഠിച്ചു വെക്കുക. ഇതെന്ന് പറയുന്നത് ബേസിക് ഗേറ്റ്സ് ആണ്. ബേസിക് ഗേറ്റ്സ് തുടക്കം ഏതാണ്? നോട്ട് ആൻഡ് ഓർ. ഇതിനകത്ത് നാൻഡും നോറും ആണ് ക്ലാസിഫിക്കേഷൻ. നോട്ട് ആണെങ്കിൽ 1 1, ആൻഡ് ആണെങ്കിൽ 2 3, ആൻഡിന്റെ നേരെ റിവേഴ്സ് ആണ് ഓർ എന്ന് പറയുന്നത് 3 2. ഇത് ബേസിക് ഗേറ്റ്സ് ആണ് 3 എണ്ണം ഫസ്റ്റിലെ കൊടുത്തേക്കുന്നത്. താഴത്തെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിനകത്ത് യൂണിവേഴ്സൽ ഗേറ്റ്സും സ്പെഷ്യൽ ഗേറ്റ്സും കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്? നാൻഡും നോറും. സ്പെഷ്യൽ ഗേറ്റ്സ് എക്സോറും എക്സ്നോറും. ഇതിനകത്ത് നാൻഡ് എന്ന് പറയുന്നത് 1 4, നോർ എന്ന് പറയുന്നത് 4 1. നാൻഡും നോറും റിവേഴ്സ് ആയിരിക്കും. എക്സോറും എക്സ്നോറും എന്ന് പറയുന്നതും റിവേഴ്സ് ആയിരിക്കും. അത് 4 5 5 4. ഈ ടേബിള് ഈസിലി നമുക്ക് പഠിച്ചു വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സാധനം നമ്മൾ പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഗേറ്റ്സും ഉണ്ട്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട്, സ്പെഷ്യൽ ഗേറ്റ്സ് ഉണ്ട്. ബേസിക് ഗേറ്റ്സ് നോട്ട് ആൻഡ് ഓർ 1 1 2 3 3 2. ഇത് യൂണിവേഴ്സൽ ആൻഡ് സ്പെഷ്യൽ ഗേറ്റ്സ് 1 4 4 1. നാൻഡ് നോർ എക്സോർ എക്സ്നോർ 1 4 4 1 4 5 5 4. ഇതിന്റെ എണ്ണം നമ്മൾ പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടേ. നെക്സ്റ്റ് നമുക്ക് ഈ ഗേറ്റ്സിൻ്റെ എല്ലാ IC നമ്പേഴ്സ് നോക്കിയാലോ. IC നമ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ചാൻസ് ഉണ്ട്, ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതെന്താന്ന് നോക്കാം. IC നമ്പേഴ്സ് നമ്മളൊരു ലാബിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലാബ് അസിസ്റ്റന്റ് പറയുന്ന ഒരു നോർ ഗേറ്റ് എടുത്തോണ്ടോ നമുക്ക് ഗേറ്റ്സിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പഠിക്കാനുണ്ട്, ഗേറ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പം ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ തന്നെ ഗേറ്റ്സ് എല്ലാ ടൈപ്പ് ഗേറ്റ്സുകളും നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, ബ്രെഡ് ബോർഡിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പം എന്താണ്, അതിൻ്റെ ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓരോ ഗേറ്റ്സിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. അപ്പം അതിൽ വെക്കുന്ന നമ്പേഴ്സ് ആണ് എന്തും അതിൻ്റെ IC നമ്പേഴ്സാണ്. IC നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഈ താഴോട്ട് കൊടുത്തേക്കുന്നത്. ഇതൊരു ഓർഡറിൽ പഠിച്ചു വെക്കുക ഏതൊക്കെ ഗേറ്റ് ആണെന്ന്. 7400 എന്ന് പറയുന്നത് നമ്മളുടെ 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റിൻ്റെ IC നമ്പർ ആണെന്ന് പറഞ്ഞത്. 7400 ആരുടെ നമ്പറാണ്? 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റിന്റെ നമ്പറാണ്. നെക്സ്റ്റോ 7402 എന്ന് പറയുന്നത് നമ്മളുടെ 2 ഇൻപുട്ട് നോർ ഗേറ്റിന്റെ IC നമ്പറാണ്. 2 ഇൻപുട്ട് നോർ ഗേറ്റിന്റെ IC നമ്പറാണ്. 2 ഇൻപുട്ട് നോർ ഗേറ്റിന്റെ IC നമ്പറാണ് ഏതെന്ന് പറഞ്ഞത് 7402 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 7404. ഇതൊരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. 7404 എന്ന് പറയുന്നത് നമ്മളുടെ ഹെക്സ് ഇൻവേർട്ടർ എന്ന് പറയുന്ന നമ്മുടെ നോട്ട് ഗേറ്റ്, നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവേർട്ടർ ഗേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നോട്ട് ഗേറ്റിന്റെ IC നമ്പറാണ് 7404. ഇത് 3 എണ്ണം പഠിച്ചു വെക്കുക. 7400, 7402, 7404. ഇതെന്ന് പറഞ്ഞ നാൻഡ്, ഇതെന്ന് പറയുന്നത് ഏതാണ് നോറ്, ഇതെന്ന് പറയുന്നത് നോട്ട്. നാൻഡ് നോറ് നോട്ട്. ഇത് പഠിച്ചു വെക്കുക, നാൻഡ് നോറ് നോട്ട്. ഓക്കെ, ഇതിൻ്റെത് 7400, 7402, 7404. അടുത്തത് 7408 എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിന്റെ IC നമ്പറാണ്. എന്താണ്?
ആൻഡ് ഗേറ്റിന്റെ ഐസി നമ്പർ ആണ്. ആൻഡ് ഗേറ്റിന്റെ ഐസി നമ്പർ ആണ് ഏതെന്ന് പറഞ്ഞത് 7408 എന്ന് പറയുന്നത്. 7408 എന്ന് പറഞ്ഞ ആരുടെയാ? നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ഐസി നമ്പർ ആണ്. ഏതൊരു കാര്യം എടുക്കുമ്പോഴും നമ്മൾ ഫസ്റ്റിലെ ഓർഡറിൽ പഠിച്ചു നോക്കുകയാണെങ്കിൽ നോട്ട് ആൻഡ് ഓർ ആ ഒരു ഓർഡറിലായിരിക്കണം പോകുന്നത്. നോട്ട് ആൻഡ് ഓർ. ഓക്കെ. 7432 ആണെങ്കിലോ ഐസി നമ്പർ 7432 എന്ന് പറയുന്ന ആരുടെയാണ്? 2 ഇൻപുട്ട് ഓർ ഗേറ്റിന്റെ ഐസി നമ്പർ ആണ്. 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ് 7432 എന്ന് പറയുന്ന ഐസി നമ്പർ. നെക്സ്റ്റ് വരുന്നത് 7486 ആണ്. 7486 എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ സ്പെഷ്യൽ ഗേറ്റ് ആയിട്ടുള്ള എക്സോർ ഗേറ്റിന്റെ ഐസി നമ്പർ ആണ് 7486 എന്ന് പറയുന്നത്. ഇത് ഇത്രയും നോക്കി വെക്കുക. ഏതൊക്കെയാണ് ഓർഡർ പഠിച്ചു വെക്കാം? 400, 402, 404, 408, 432, 486. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? നാൻ ഗേറ്റിന്റെയാണ് 400. 402 എന്ന് പറയുന്നത് നോറാണ്. 404 എന്ന് പറയുന്നത് നോട്ടാണ്. 408 എന്ന് പറയുന്നത് 7408 എന്ന് പറയുന്ന ആരുടെയാണ്? നമ്മളുടെ ആൻഡ് ഗേറ്റിന്റെയാണ്. 7432 എന്ന് പറയുന്ന ആരുടെയാണ്? നമ്മുടെ ഓർ ഗേറ്റിന്റെയാണ്. 32 എപ്പോഴും എന്തായിരിക്കും? 7432 എന്ന് പറയുന്നത് ഓർ ഗേറ്റിന്റെ ആയിരിക്കും. 7486 എന്ന് പറയുന്നത് ആരുടെയാണ്? എക്സ് ഓർ ഗേറ്റ്, അതായത് സ്പെഷ്യൽ ഗേറ്റ് ആയിട്ടുള്ള എക്സ് ഓർ ഗേറ്റിന്റെ ഐസി നമ്പർ ആയിരിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. നേരത്തെ പഠിച്ച ആ ഒരു കോളത്തിലുള്ളതും പഠിച്ചു വെക്കുക, ഇതും പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതിനൊരു ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. 7432 എന്ന് പറയുന്നത് ഇത് ആരുടെയാണ്? ഇതൊരു ഓർ ഗേറ്റിന്റെ ഒരു ഓർ ഗേറ്റ് ആണ് ഇത് കേട്ടോ. ഒരു ഓർ ഗേറ്റിന്റെ ഐസി നമ്പർ കൊടുത്തിട്ടുണ്ട് 7432 എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കും നമ്മൾ ഗേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഏതാണ്? നാൻ ഗേറ്റും നോർ ഗേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതിലും ഒരെണ്ണം വെച്ചുകൊണ്ട് ആ ഒരു ഏതിലും ഒരു ഗേറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഏത് ഗേറ്റ്സ് ബേസിക് ഗേറ്റ്സ് മേക്ക് ചെയ്യാമെന്ന് പഠിച്ചായിരുന്നു. നമ്മുടെ ബേസിക് ഗേറ്റ്സ് ഈ ഒരു യൂണിവേഴ്സൽ ഗേറ്റിൽ നിന്നും മേക്ക് ചെയ്യാമെന്ന് പഠിച്ചായിരുന്നു. എങ്ങനെയാന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു നോട്ട് ഗേറ്റിനെ വേണം. ബൈ യൂസിങ് എന്ത്? ഏതിലൊരു യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നാൻ ഗേറ്റ് എടുത്തു. നാൻ ഗേറ്റിൽ നിന്നും ആരെ വേണം? നോട്ട് ഗേറ്റിനെ എങ്ങനെ മേക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. നോട്ട് ഗേറ്റ് യൂസിങ് നാൻ ഗേറ്റ് എന്ന് കൊടുക്കാം. നോട്ട് ഗേറ്റ് യൂസിങ് ആര്? നാൻഡ് ഗേറ്റ്. നോട്ട് ഗേറ്റ് യൂസിങ് ആര്? നാൻഡ് ഗേറ്റ്. നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്. ഫസ്റ്റിൽ ഒരു നാൻഡ് ഗേറ്റ് വരയ്ക്കാം. നാൻഡിൽ നിന്ന് നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ട നാൻഡിൽ നിന്ന് എന്താണ്? നമുക്കൊരു നോട്ട് ഗേറ്റ് ആണ് കിട്ടേണ്ടത്. എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്. വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ട്. വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ ആണ് ആരുടെ എന്ന് പറഞ്ഞത്. വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ദ ഹോൾ ബാർ ആണ് ആരുടെ എന്ന് പറയുന്നത്. വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആണ് എന്ത്? നാൻഡ് ഗേറ്റിന്റെ എന്ന് പറയുന്നത് ഇത് ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. ഈ നാൻഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? നോട്ട് ഗേറ്റ് കിട്ടണം. നാൻഡിൽ നിന്ന് എങ്ങനെയാണ് നോട്ട് ഗേറ്റ് കിട്ടുന്നത്? നാൻഡിൽ നിന്ന് ഒരു നാൻ ഗേറ്റിൽ നിന്ന് നോട്ട് ഗേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നാൻ ഗേറ്റ്സിന്റെ ഇൻപുട്ടുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഇൻപുട്ടുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തുകൊണ്ട്, ഇൻപുട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻപുട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നാൻ ഗേറ്റിന്റെ ഇൻപുട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കതൊരു എന്താക്കി മാറ്റാൻ പറ്റും? ഒരു നോട്ട് ഗേറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇൻപുട്ടുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു നോട്ട് ഗേറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റിൽ ഞാനിവിടെ 0 കൊടുത്തു. എയിൽ 0 കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? 0 0 വന്നു. 0 0 ആണെന്നുണ്ടെങ്കിൽ ആൻഡിൽ എന്താണ്? ആൻഡിൽ 0 ആണ്. നാൻഡിൽ എന്ത് വരും? നാൻഡിൽ 1 വരും. ദാറ്റ് മീൻസ് ഇവിടെ 0 കൊടുത്തപ്പോൾ ഇവിടെ 1 വന്നില്ലേ? അത് ഏത് ഗേറ്റാ? നോട്ട് ഗേറ്റ് അല്ലേ? ഇൻവേഴ്സ് അല്ലേ? ഞാൻ ഇവിടെ 1 കൊടുത്തു. ഇവിടെ 1 കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് എന്ത് വന്നു? 1 വന്നു. 1 ഒരു ആൻറ്റി വന്നു കഴിഞ്ഞാൽ 1 ആണ്. നാൻറ്റി വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഞാനിവിടെ ഇൻപുട്ട് 1 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് y എന്ത് കിട്ടി? 0 കിട്ടി. ഇതൊരു നോട്ട് ഗേറ്റിന് തുല്യമല്ലേ? ഒരു നോട്ട് ഗേറ്റിന് തുല്യമല്ലേ? അങ്ങനെ ഇൻപുട്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാൻഡ് ഗേറ്റിനെ ഏത് ഗേറ്റാക്കി മാറ്റാൻ പറ്റും? നോട്ട് ഗേറ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, നോട്ട് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ഓർ ഗേറ്റില്ല, നമ്മുടെ ബേസിക് ഗേറ്റ് ആയിട്ടുള്ള ഓർ ഗേറ്റ്. ആ ഓർ ഗേറ്റിനെ നമുക്ക് ഒരു നാൻ ഗേറ്റിൽ നിന്നും മേക്ക് ചെയ്യണം. എന്താണ്? ഒരു നാൻ ഗേറ്റ് വെച്ചുകൊണ്ട് ഒരു ഓർ ഗേറ്റ് മേക്ക് ചെയ്യണം. എങ്ങനെ നോക്കാം. ഓർ ഗേറ്റ് യൂസിങ് ഏത് ഗേറ്റ്? നാൻഡ്
NAND gate. OR gate using NAND gate. OR gate using NAND gate. എങ്ങനെയാണ് OR ഗേറ്റിൽ നിന്നും NAND ഗേറ്റ് മേക്ക് ചെയ്യുന്നത്? അല്ല, NAND ഗേറ്റിൽ നിന്നും OR ഗേറ്റ് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഈ OR ഗേറ്റും NAND ഗേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇക്വേഷൻസ് ഉണ്ടോ എന്ന് ആലോചിക്കുക. എൻ്റെ ഓർമ്മയിൽ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. A plus B the whole bar which is equal to A bar dot B bar എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. A plus B the whole bar is equal to A bar dot B bar. ഇതിൽ ഇടയ്ക്കൊരു ഓറ് വരുന്നുണ്ട്, ഇടയ്ക്കൊരു ആൻഡും വരുന്നുണ്ട്. ഇതിനെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എടുക്കാം. ഇതിനകത്ത് എങ്ങനെയാണ്? ഈ ബാറ് നോക്കാതെ ഇത് എയും ഇത് ബിയും, ഇത് സിംപ്ലി എയും ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡോട്ട് ഓപ്പറേഷൻ അല്ലേ ചെയ്തേക്കുന്നത്? എ ഡോട്ട് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലേ ചെയ്തേക്കുന്നത്? അല്ലേ? എ ഡോട്ട് ബി അല്ലേ? എ ഡോട്ട് ബി മീൻസ് ആൻഡ് ഗേറ്റ്. ഇത് എയും ഇത് സിംപ്ലി, ഇത് മൊത്തം എയും ഇത് മൊത്തം ബിയും ആണെന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ ചെയ്തേക്കുന്നത്. ആ ഒരു എ ഡോട്ട് ബി എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഈ മൊത്തത്തിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ പോരെ? അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് മീൻസ് ഇത് മൊത്തത്തിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടത്തില്ലേ? ദാറ്റ് മീൻസ് ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? അതിൽ നിന്ന് നമുക്ക് ഒരു ഏത് ഗേറ്റ് വേണം? ഓർ ഗേറ്റ് വേണം. ഓർ ഗേറ്റ് എങ്ങനെ കിട്ടും? ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആണ്ട് ഈക്വൽ സൈൻ ഇപ്പുറത്ത് കിടക്കുന്ന ഇതിന്റെ എന്ത് എടുക്കണം? കോംപ്ലിമെന്റ് എടുക്കണം. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? എ പ്ലസ് ബി ദ ഹോൾ ബാർ അതിന്റെ ബാർ. ദാറ്റ് മീൻസ് എ പ്ലസ് ബിയുടെ ഡബിൾ ബാർ എടുക്കുമ്പോൾ എന്തായിരിക്കും? അകത്ത് കിടക്കുന്ന എ പ്ലസ് ബി അല്ലേ വരുന്നത്? എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ഓർ ഗേറ്റ് അല്ലേ? ആണോ? ഒരു ഓർ ഗേറ്റ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കുക, എ പ്ലസ് ബി ദ ഹോൾ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതൊരു ബേസിക് ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് നാൻഡിന് ഓറും ഒക്കെ കിട്ടുമോ നോക്കാം. ഈ എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ബാർ ഡോട്ട് ബി ബാറിന് സിംപ്ലി എ ബി എന്ന് എഴുതുക, എ ഡോട്ട് ബി എന്ന് എഴുതുക. അതൊരു ആൻഡ് ഗേറ്റ് ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടും. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കും എ ബാർ ഡോട്ട് ബി ബാർ ദ ഹോൾ ബാർ എടുത്തു. എന്തെടുത്തു? അതിന്റെ കോംപ്ലിമെന്റ് എടുത്തു, അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുത്തു. ഇത്രയും എന്ത് വന്നു? ഇത്രയെന്ന് പറയുന്നത് നമ്മളുടെ നാൻഡ് ഗേറ്റ് ആയി. ഇത്രയെന്ന് പറയുന്നത് നമ്മുടെ എന്തായി? ഇത്രയെന്ന് പറയുന്നത് നമ്മളുടെ നാൻഡ് ഗേറ്റ് ആയി. ഓക്കെ ഓക്കെ, ഇത്രയെന്ന് പറയുന്നത് നമ്മുടെ എന്തായി? നാൻഡ് ഗേറ്റ് ആയി. ഇതിന്റെ കോംപ്ലിമെന്റ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒബ്വിയസ്ലി എന്താവും? അതിന്റെ കോംപ്ലിമെന്റ് ആവും. ഇതിന്റെ ഡബിൾ കോംപ്ലിമെന്റ് ആവും. അപ്പൊ എ പ്ലസ് ബിയുടെ ഡബിൾ ബാർ വന്നു. എ പ്ലസ് ബിയുടെ ഡബിൾ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന എ പ്ലസ് ബി അല്ലേ അതിന്റെ ഉത്തരം? എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഇൻപുട്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന ഏത് ഗേറ്റാ? ഓർ ഗേറ്റ് അല്ലേ? അപ്പം ഇതൊരു നാൻഡും ഇതൊരു ഓറും ആണെന്നുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഓർ ഗേറ്റ് കിട്ടത്തില്ലേ? ദാറ്റ് മീൻസ് ഓർ ഗേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നാൻഡ് ഗേറ്റ് ഇങ്ങനെ ചെയ്താൽ മതി. നാൻഡ് ഗേറ്റിന് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ദാറ്റ് മീൻസ് എ ബാർ ഡോട്ട് ബി ബാർ ദ ഹോൾ ബാർ ചെയ്യണം. എ ബാർ ഡോട്ട് ബി ബാർ ദ ഹോൾ ബാർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടും. ആ നാൻഡ് ഗേറ്റ് അല്ലേ? ആ നാൻഡ് ഗേറ്റിൽ നിന്നല്ലേ നമുക്ക് ഓർ ഗേറ്റ് കിട്ടിയത്? നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ വരച്ച് നോക്കാം. എ ബാർ എങ്ങനെ കിട്ടും? എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. എ എന്ന് പറയുന്ന ഇൻപുട്ട് എ ബാർ ചെയ്യണം. എ ബാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക് ഗേറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. നാൻഡ് ഗേറ്റ് മാത്രം. നാൻഡ് ഗേറ്റ് മാത്രം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? എ ബാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഇൻപുട്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നാൻഡ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? അതിന്റെ എ ബാർ കിട്ടി. ഓക്കെ അല്ലേ? എ നാൻഡ് ഗേറ്റ്സിന്റെ ഇൻപുട്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എന്ത് കിട്ടി? എ ബാർ കിട്ടി. എ കൊടുത്തു. എ ഒരു നാൻഡ് ഗേറ്റിന്റെ എന്ത്? നാൻഡ് ഗേറ്റ് ആണ്. അതിന്റെ ഇൻപുട്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് കൊടുത്തപ്പോൾ അതിന്റെ എ ബാർ കിട്ടി. എ ബാർ ഉണ്ട്. സിമിലർലി എന്ത് കാണുക? ബി ബാർ കാണുക. അകത്തുള്ള എ ബാർ കിട്ടി. സിമിലർലി ബി ബാർ കാണുക. അപ്പൊ ബി കൊടുത്തു. ബി ബാറും കിട്ടി. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ബി ബാറും കിട്ടി. ഇവിടെ എ ബാറും ബി ബാറും കൂടെ എന്തോ ചെയ്തേക്കുന്നത്? ഡോട്ട് ചെയ്തേക്കോ. ഡോട്ട് മീൻസ് എന്താണ്? ആൻഡ് ഓപ്പറേഷൻ. ആൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ മുകളിൽ ഒരു ഹോൾ ബാറും കൂടെ ഉണ്ട്. എ ബാർ ഡോട്ട് ബി ബാറിനെ ആൻഡ് ചെയ്തേക്കുന്ന കൂടാതെ അതിന്റെ മുകളിൽ ഒരു ബാറും കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് എന്താണത്? നാൻഡ് അല്ലേ? അപ്പൊ ഈ രണ്ടെണ്ണത്തിനെയും കൂടെ എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിനെയും കൂടെ, ദാറ്റ് മീൻസ് ഈ രണ്ടെണ്ണത്തിനെയും കൂടെ, ഈ എ ബാറിനെയും ബി ബാറിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നാൻഡ് ചെയ്യുക. ഈ എ ബാറിനെയും ബി ബാറിനെയും കൂടെ നമ്മൾ നാൻഡ് ചെയ്യുക. നാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും?
എ ബാർ ഡോട്ട് ബി ബാർ ദ ഹോൾ ബാർ. അതെന്ന് പറയുന്നത് ഏത് ഗേറ്റിന് തുല്യമാണ്? നാൻഡ് ഗേറ്റിന് തുല്യമാണ്. ഈക്വൽ ടു എന്താണ്? ഓർ ഗേറ്റ്. ഈക്വൽ ടു ഓർ ഗേറ്റ് എന്നല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്? ഈക്വൽ ടു ഓർ ഗേറ്റ് എന്നല്ലേ കൊടുത്തേക്കുന്നേ? അപ്പൊ എന്താണ്? നാൻഡ് ഗേറ്റിൽ നിന്ന് ഏത് ഗേറ്റ് കിട്ടി? ഓർ ഗേറ്റ് കിട്ടത്തില്ലേ? അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഫിഗർ നോക്കുക, ഇത് ചെയ്യുക. ഓർ ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ്.